അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 16-ാമത്തായ സനസിമുഹു അലൽ ഖുർത്തൂം. നോക്കൂ, സനസിമുഹു ഹന് ശേഷം ഒരു കുഞ്ഞു വാവ് വന്നു അല്ലേ. വാവുൻ സഗീറുൻ, കുഞ്ഞു വാവ്. ഈ ഹന് ശേഷം വാവ് വന്നാൽ അവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 ഹറക്കത്ത് അവിടെ നമ്മൾ നീട്ടിക്കൊടുക്കണം. സനസിമുഹു. ഓക്കെ, സനസിമുഹു അലൽ ഖുർത്തൂം. അലൽ അലൽ, ഇവിടെ നോക്കൂ, അല ലാമിനെ ഒരു യാ ഇട്ടിട്ട് യാ മദ് ഉണ്ട് അല്ലേ. ലാമിൻ്റെ കൂടെ യാ മദ് ഉണ്ട്. അല എന്ന് ഓതാനുണ്ട്, നീട്ടാനുണ്ട്. പക്ഷെ നമ്മളവിടെ മദ് ചെയ്ത് നീട്ടി ഓതില്ല. കാരണം എന്താണെന്നറിയോ, ഈ ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ അവിടെ നമ്മൾ നീട്ടി ഓതാതെ കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതി പോവുക ചെയ്യുക കേട്ടോ. കൂട്ടിച്ചേർത്ത് ഓതി പോവുക. ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റർ വന്നാൽ എന്ത് ചെയ്യില്ല, ഇവിടെ നീട്ടാതെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ഓക്കെ, അപ്പം എങ്ങനെ ഓതും? അലൽ ഖുർത്തൂം, അലൽ അലൽ ഖുർത്തൂം. ഓക്കെ, ഇൻഷാ അല്ലാഹ് 17-ാമത്തെ ആയത്ത് നമുക്ക് ഇന്ന് നോക്കാം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. ഇതിൻ്റെ തജ്വീദ് നിയമം നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇന്ന, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയും ഉണ്ട്, കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മണിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തും ചെയ്യണം, നീട്ടി ഓതുകയും കൂടി വേണം. ഇന്ന ഇന്ന 2 ഹറക്കത്ത് നീട്ടിയാൽ മതി കേട്ടോ. ഇന്ന ബലൗനാഹും കമാ ബലൗനാ. ഇവിടെ നോക്കൂ, മദ് ഉണ്ട് അല്ലേ. മദ് ഒരു പദത്തിൽ മദ് ഉണ്ട്, മറ്റൊരു പദത്തിൽ ഹംസയുമുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ. ഇദ്, ദാലിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ. നമ്മൾ ഇത് എന്ന് ഓതരുത് കേട്ടോ. ഇത് എന്ന് ഓതരുത്, ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഇദ് ഇദ് ഇദ്. ഓക്കെ, ഇദ് അഖ്സമൂ. ഖാഫിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ. ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഖാഫിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം. അഖ്സമു എന്ന് ഓതരുത്. അഖ്സമു അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. മുസ്ബിഹീൻ, ഇവിടെ സ്വാദിന് സുക്കൂൻ ഉണ്ട് അല്ലേ. സ്വാദിന് നമ്മൾ ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ കേട്ടോ. ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ. അവിടെ മുസ്ബിഹീൻ എന്ന് ഓതരുത്. മുസ് മുസ് മുസ്ബിഹീൻ. ഇൻഷാ അല്ലാഹ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 18-ാമത്തായ വലാ യസ്തസ്നൂൻ. വല, ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഹറക്കത്തെ നീട്ടി കൊടുക്കണം കേട്ടോ. ഇതിലെവിടെയാണ് ലാമ്? ഇതാണ് ലാമ്. ലാമ് ഇതാണ് അല്ലേ. ഇതിൻ്റെ കൂടെ വന്ന അലിഫ് ഇയാളാണ്. ഓക്കെ, അപ്പോൾ അവിടെ 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം. വല വല യസ്തസ്നൂൻ. യസ്, ഇവിടെയും നമ്മൾ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. യസ് യസ്, ഇത്രയും മതി. യസ് യസ് യസ്തസ്നൂൻ. സനുണ്ട് അല്ലേ സുക്കൂന്. അവിടെയും ഈ 2 സ്ഥലത്തും നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കരുത് കേട്ടോ. ഹാഫ് സുക്കൂന് കൊടുത്ത് ഓതുക. യസ്തസ്നൂൻ യസ്തസ്നൂൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് 19-ാമത്തെ ആയത്ത് ഓതി നോക്കാം.
فطاف عليها طائف من ربك وهم نائمون. ഓക്കെ, ഇനി ഇതിൻ്റെ തജ്വീദ് ഒന്ന് പറയാം കേട്ടോ. ഫതോഫ ഫതോഫ, തൊൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ അവിടെ 2 ഹറക്കത്ത് നീട്ടണേ. ഇങ്ങനെയാണ് തൊയിനെ അലിഫിട്ട് നീട്ടുന്ന രൂപം കേട്ടോ. 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക. ഫതോഫ അലൈഹ ത്വാഇഫുൻ ത്വാഇ. ഇവിടെ നോക്കൂ, മദ് മദ്, ഇവിടെ ഒരു മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എത്ര അളവാണ് നമ്മൾ ദീർഘിപ്പിച്ച് ഓതുക? 4 അല്ലെങ്കിൽ 5 അനക്കം നീട്ടി ഓതേണ്ടതാണ്. 4 5 അളവിൽ നീട്ടി ഓതേണ്ടതാണ്. ഓക്കെ, എന്ത് ചെയ്യണം? 5 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ത്വാഇഫുൻ ത്വാഇഫുൻ. ഓക്കെ, ഇവിടെ ത്വാഇഫുൻ എന്നാണോ ഉള്ളത്? 2 ലൊമ്മായി ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്. 2 ലൊമ്മ ഒരുമിച്ച് വരുമ്പോഴാണ് ഫുൻ എന്ന് ഓതുന്നത്. പക്ഷെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ വിട്ട് വിട്ട വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ത്വാഇഫുൻ എന്ന് വ്യക്തമാക്കി ഓതാൻ പാടില്ല കേട്ടോ. ഓക്കെ, ലൊമ്മയെ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതണം. ഈ ലൊമ്മയ്ക്ക് ശേഷം ഈ ഒരു രൂപത്തിലുള്ള 2 ലൊമ്മയ്ക്ക് ശേഷം മീമാണ് വരുന്നത് എങ്കിൽ മീമിലേക്ക് കൂട്ടി ചേർത്ത് ഓതണം. അപ്പോൾ ത്വാഇഫും മി ത്വാഇഫും മി. ഓക്കെ, മണിച്ച് കൂട്ടി ചേർത്ത് ഓതുക. തെൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടി ചേർത്ത് ഓതുക കേട്ടോ. ഇവിടെ നോക്കൂ, മീൻ എന്നിവിടെ ഓതില്ല. നൂനിൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ. അപ്പം എങ്ങനെ ഓതും നമ്മൾ? അവിടെ മീൻ എന്ന് വ്യക്തമാക്കി ഓതാൻ കഴിയില്ല. ഈ നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം റോ ആണ്. നൂനിന് ശേഷം റോ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതും. പക്ഷെ മണിക്കില്ല, മണിക്കാതെ കൂട്ടിച്ചേർക്കും. അപ്പം എങ്ങനെ ഓതുക? മിർ റബ്ബിക മിർ റബ്ബിക. ഓക്കെ, അവിടെ മിർ റബ്ബിക എന്ന് മണിക്കരുത് കേട്ടോ, മണിക്കാതെ കൂട്ടിച്ചേർക്കണം. മിർ റബ്ബിക. ഓക്കെ, വഹും നായിമൂൻ വഹും നായിമൂൻ. നോക്കൂ, ഇവിടെ വന്നിട്ടുള്ള നിയമം ഇതേ നമ്മൾ മുമ്പ് പറഞ്ഞ ഇതേ നിയമം തന്നെ. മദ്ദിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നു. ഇങ്ങനെ ആയാൽ നമ്മൾ എന്താ പഠിച്ചത്? 4 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക. നായിമൂൻ. 20ാമത്തെ ആയത്തൊന്ന് നോക്കാം. ഫഅസ്ബഹത് കസ്സരീം ഫഅസ്ബഹത് കസ്സരീം. സ്വാദിൻ്റെ മുകളിൽ എന്തുണ്ട്? സുക്കൂനുണ്ട് അല്ലേ. സ്വാദിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ നമുക്ക് ഹഫ് സുക്കൂനെ അവിടെ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ. നമ്മൾ മുൻപേയൊക്കെ പഠിച്ചതാണ്, ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഫ അസ്ബഹത്ത് എന്ന് ഓതരുത് കേട്ടോ. ഫ അസ്ബഹത്ത് ഫ അസ്ബഹത്ത്. അതുപോലെ തന്നെ തനും നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കുന്നില്ല. ഫ അസ്ബഹത്ത് എന്നുള്ളൊരു കാറ്റ് വരുന്ന രൂപത്തിൽ വേണം തന് സുക്കൂന് കൊടുക്കാൻ. ഫഅസ്ബഹത്. ഓക്കെ, ഫഅസ്ബഹത് കസ്സരീം. കാഫിൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ചതാണ് ഹംസത്തുൽ വസ്ൽ നടുക്ക് വന്നാൽ നമ്മൾ അതിനൊരു ശബ്ദവും ഇല്ല എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കാഫിനെ നീട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ക എന്ന് നീട്ടരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഓതണം? കൂട്ടിച്ചേർത്ത് ഓതിപ്പോണം. കാഫിൽ നിന്നും നേരെ എങ്ങോട്ടേക്ക് വരണം? സ്വാദിലേക്ക് വരണം. കസ്സരീം കസ്സരീം. കാഫിൽ നിന്നും നേരെ സ്വാദിലേക്ക് വരിക കേട്ടോ. ഓക്കെ,